Hello, friends. I was a vegetarian from 2015 and recently started eating non-veg. അപ്പോൾ മോസ്റ്റ് ഓഫ് മൈ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് യൂസ് ടു ആസ്ക് മീ എന്താണ് ആ ഒരു ചേഞ്ചിനുള്ള കാരണം. ദേ വാണ്ട് ടു നോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ചുള്ളൊരു ആൻസറാണ് ഞാൻ പറയുന്നത്. സോ വെൽക്കം ടു അനദർ വീഡിയോ ലോഗ്. ഓൾമോസ്റ്റ് 10 ഇയേഴ്സിന് മേലെ ഞാൻ വെജിറ്റേറിയനിസം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റേതായ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ടായിട്ടുണ്ട്. 3 മാസത്തിന് മുമ്പാണ് ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ BMI നോക്കുമ്പോൾ എനിക്ക് ഡെയിലി വേണ്ടത് 1900 to 2000 കാലറിയും 65 grams to 78 grams പ്രോട്ടീനാണ് ഡെയിലി ഇൻടേക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരു പക്കാ വെജിറ്റേറിയൻ ആയിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ആവശ്യത്തിന് കൂടുതൽ കാലറിയാണ് ഉണ്ടായിരുന്നത്. ഈ ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ എൻ്റെ ഫ്രണ്ട്സായ ഡോക്ടർ വിജയൻ, ഡോക്ടർ പ്രിയ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കനും എഗ്ഗൊക്കെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ വീണ്ടും ഇൻക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. ബിക്കോസ് അതിൻ്റെ സ്മെല്ല്, ആ റോ ടേസ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. സോ ഐ സ്റ്റാർട്ടഡ് വിത്ത് എഗ്സ്. മുട്ട പുഴുങ്ങി കഴിക്കാൻ തുടങ്ങി, പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ചിക്കൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ടാണ് ഞാൻ കഴിച്ചു തുടങ്ങിയത്. ഗ്രില്ലാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. എപ്പോഴും റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നത് അത്ര വലിയ സേഫ് അല്ലാത്തതുകൊണ്ട് ഞാൻ സെൽഫായിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങി, ഗ്രില്ല് ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ നേരിട്ട് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് മസാല പോകുന്നില്ല ആൻഡ് അത് അത്ര അധികം ഗ്രില്ലാവണമില്ല. സ്റ്റിൽ ആ റോ ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെയാണ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത് മേത്തി ചിക്കൻ കറിയാണ്. ആൻഡ് ദിസ് ഇസ് മൈ ഫസ്റ്റ് അറ്റംപ്റ്റ്. എൻ്റെ ഫ്രണ്ട് വിജയ് പറഞ്ഞ റെസിപ്പി തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ചിക്കൻ തലേ ദിവസം തന്നെ വാങ്ങി അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് കയറ്റി വെച്ചു. ചിക്കൻ ഒരു 6 to 8 hours മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. സോ പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് ചിക്കൻ കറി ഉണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് വറുത്തരച്ച എരിശ്ശേരിയാണ്. അത് ഇൻട്രസ്റ്റിംഗ് ആണ് ഉണ്ടാക്കാനായിട്ട്. അതിൻ്റെ ഒരു സ്റ്റെപ്പ് മെത്തേഡൊക്കെ കുറച്ച് രസകരമാണ്. പിന്നെ ഫൈബറിന് വേണ്ടിയിട്ട് ഞാൻ പടവലങ്ങ ഉപ്പേരിയാണ് ഉണ്ടാക്കിയത്. ഈ പടവലങ്ങയിലും എരിശ്ശേരിയിലും ഞാൻ നാളികേരം ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാലറി കൂടും, ഉറപ്പാണ്. കാലറി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഈവനിങ് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതുള്ളൂ. ആൻഡ് ആസ് ഓൾവേസ് സാലഡ് ഉണ്ട്, കുക്കുംബറും ക്യാരറ്റൊക്കെ കൂടിയിട്ടുള്ള ഒരു സാലഡ്, മോരുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് റൈസ്. ഇതിനൊക്കെ കൂടെ എനിക്ക് വന്ന കാലറി 580 ആണ് ആൻഡ് 32 grams പ്രോട്ടീനും. അത്യാവശ്യം നല്ല മീൽ തന്നെയായിരുന്നു. ദിസ് ഇസ് എ പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് മീൽ. അപ്പോൾ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ലോ കാലറി ആയിട്ടുള്ള ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഹെൽത്തി ആയിരിക്കുക, ഫിറ്റ് ആയിരിക്കുക. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.